ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായൊരു ചാനലാണ്, പക്ഷേ അങ്ങനെ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അറിയാമായിരിക്കും, ഇതിൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേരിലേക്ക് ഇത് വീഡിയോ എത്തിപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ പേര് ഷിജു എന്നാണ്. ഞാൻ നിലവിലുള്ളത് ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന സ്ഥലത്താണുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. ഓസ്ട്രേലിയ വന്നിട്ടൊരു 2.5 വർഷത്തോളമായി. അതിനു മുമ്പ് അയർലൻഡിലായിരുന്നു. അയർലൻഡിലൊരു 5 വർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു 2 വർഷത്തോളം സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്നു. പിന്നെ അതിന് അറിയാം, നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങിത്തിരിഞ്ഞാണ് ഇവിടേക്ക് എത്തിയത്. പ്രൊഫഷണലി ഞാൻ നേഴ്സാണ്. നാട് കൽപ്പറ്റ, വയനാട് അറിയാമായിരിക്കും. ഈ ഇടയ്ക്ക് വയനാട് ദുരന്തമുണ്ടായത് നമ്മുടെ അടുത്ത് നിന്നൊരു 25 കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ്. അതെ, അപ്പോൾ അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. യെസ്, അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ നാട് വിടാനായിട്ട് ഇങ്ങനെ വെമ്പ കൊണ്ട് നിൽക്കുന്നൊരു സമയമാണ് ഇതൊക്കെ. കുറച്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെന്ന് പറയുന്നുണ്ട്. പണ്ട് കാലം തൊട്ട് നമ്മുടെ നാട് വിടാനാണ് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം എന്തൊക്കെ പറഞ്ഞാലും ആദ്യകാലം തൊട്ട് തന്നെ, ഒരുപാട് കാലം മുന്നേ ആയിട്ട് തന്നെ കേരളത്തിൽ നിന്ന് ആൾക്കാരുടെ ഒരു എന്താ പറയുക, എക്സോഡസ് അത് അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം നമ്മുടെ നോർമൽ തോട്ട് പ്രോസസ്സാണത്. അതിലിപ്പോൾ നമുക്കൊന്നും പറയാനോ മാറ്റാനോ ഒന്നും പറ്റത്തില്ല. കാരണം നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കുറവാണ്. ഓഫ്കോഴ്സ് നമ്മൾ ഇന്ത്യയിൽ തന്നെ പല വശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ എല്ലാവരും ഡൽഹിയിലും ഗുജറാത്തിലും ബോംബെയിലും അങ്ങനെയൊക്കെയല്ല പോയിക്കൊണ്ടിരുന്നത്, വിദേശങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പം ഇന്ത്യയിൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെപ്പോഴും തേടിക്കൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ഗൾഫിലോട്ട് ഉള്ള ഒരു പലായനം ആദ്യകാലങ്ങളിൽ തുടങ്ങി. അതിൽ നിന്നാണ് കേരളം പച്ച പിടിച്ചത്, അല്ലേ? ഗൾഫിലേക്കുള്ള പലായനം, ഗൾഫിലോട്ടുള്ള ഒരു പോക്ക് 60കളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? 60കളിൽ 70കളിൽ 80കളിലൊക്കെ ആയിരിക്കണം കൂടുതലായിട്ട്. എനിക്ക് കറക്റ്റ് വിശദമായ ഡീറ്റെയിൽ ഹിസ്റ്ററി കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ആ ഒരു സ്റ്റേജിൽ നേരത്തെ തുടങ്ങി ഗൾഫിലേക്കാണ്. ഇപ്പോൾ ഗൾഫിൽ പോയിട്ടാണ് കേരളം രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ ഈ പറയുന്നതൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രികളോ അങ്ങനെ കേരളമായിട്ട് നമ്മുടെ നാടായിട്ട് പൊക്കിക്കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ തീരെ കുറവല്ലോ. എല്ലാം ഈ വിദേശത്ത് നിന്ന് പൈസയും പിന്നെ അതിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാട്ടിൽ ഡെവലപ്പ് ചെയ്ത കുറേ സംരംഭങ്ങൾ നാട്ടിലുണ്ട്, ആ പൈസ യൂസ് ചെയ്തിട്ട്. പക്ഷേ നാട്ടിൽ നിന്ന് വേർന്ന് വന്നിട്ടുള്ള സംരംഭങ്ങളിലും ജോലികളിലും ഒക്കെ ആയിട്ട് രക്ഷപ്പെട്ട ആൾക്കാർ വിരളമായിരിക്കും. എന്തായാലും ഉണ്ടാവണം, പക്ഷെ കുറച്ചായിരിക്കും. കാരണം ഇത്രയും പോപ്പുലേഷനില്ല, ഇത്രയും ആൾക്കാർക്കുള്ള കൊടുക്കാൻ മാത്രമുള്ള ജോലി നമുക്കവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പുറത്ത് പോകുന്നത്. പിന്നെ ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹൈ പെർഫോമിങ് ഇൻഡിവിജ്വൽസിന് പണ്ട് നാട്ടിൽ തന്നെ നോക്കുന്നവർക്ക് അവിടെ കിട്ടുന്നുണ്ട് ജോലി, നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പുറത്ത് പോയി പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു സെയിം പ്രോസസ്സാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ആൾക്കാർക്ക്, അല്ലേ? നല്ല ഹൈ പെർഫോമിങ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നല്ല ലക്കുള്ളവർ, അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാം. നല്ല ഹൈ ഇൻ്റലിജൻസ്, IQ, ഹൈ പെർഫോമിങ് അങ്ങനെയുള്ള ആൾക്കൊക്കെ നാട്ടിൽ നിന്ന് വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന് അതൊക്കെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതകളൊക്കെ അവിടെയുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്സിൽ കയറാം. PSC ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇച്ചിരി അബവ് ആവറേജ് ലെവലിൽ നിൽക്കുന്നവർക്കൊക്കെ PSC കിട്ടും. ആവറേജ് ആൾക്കാർക്കും കിട്ടുന്നതാണ്, പരിശ്രമിച്ചാൽ കിട്ടായിരിക്കണം. പക്ഷേ ഇപ്പം നല്ല വലിയ ഹൈ ഏണിങ് സാലറിക്കുള്ള ജോലികൾ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അതുപോലെ കുറച്ചും കൂടെ പെർഫോമിംഗ് ആൾക്കാർക്കായിരിക്കണം കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഒരു തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കേട്ടോ. Of course, you are free to do anything. You are free to write your thoughts. Throw it down there. I highly appreciate it. Anyway, അപ്പോൾ അതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ. നമ്മുടെ നാട്ടിൽ കൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മൾ ജനിച്ച് വളർന്ന് നമ്മൾ സ്കൂളിൽ പോയി
കുട്ടികൾ വീട്ടിൽ നിന്ന് കേൾക്കണം, അവൻ അടുത്തുള്ള ആൾ പുറത്ത് പോയി പൈസ ഉണ്ടാക്കി, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഈ അവിടെ ഇപ്പോൾ ഒരു വില്ലേജ് എടുത്ത് നോക്കിയാൽ അവിടെ പുറത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കി രക്ഷപ്പെട്ട ആൾക്കാരായിരിക്കും അവിടെ കൂടുതൽ. അല്ലാതെ 1, 2, 3, 4 പേര് ചിലപ്പോൾ എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കണം. വലിയ ബിസിനസ് തുടങ്ങി, ചെറിയ ബിസിനസ്സെങ്കിലും അതെങ്കിലും രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടാക്കി ഒരു ആവറേജ് മീഡിയം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബിസിനസ്, അല്ലെങ്കിൽ നല്ല ഹൈ ഇൻകം ഉള്ളൊരു ഗവൺമെൻറ് ജോബ് അല്ല പ്രൈവറ്റ് MNC ജോബൊക്കെ കിട്ടുന്നവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലും കൂടുതൽ നമ്പേഴ്സ് കൂടുതൽ ഇതുപോലെ പുറത്ത് പോയി പൈസ ഉണ്ടാക്കി നഷ്ടപ്പെട്ടവരാണ്. അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സാണ് നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ യങ് ജനറേഷന് കിട്ടുന്നത്. ഞാനൊക്കെ യങ് ജനറേഷനാണെന്ന് പണ്ട് ഒരു അത്രയും വർഷം നോക്കുമ്പോൾ 2000-ലേക്ക് സമയത്ത് നമ്മൾ ആ യങ് ജനറേഷൻ, ഇപ്പം നമ്മൾ മിഡിൽ ഏജിലായി. അപ്പം ഈ ഒരു സെയിം പ്രോസസ്സാണ് നമ്മുടെ കാരണവന്മാർ ഇതുപോലെ യങ് ടൈം, അവരുടെ ആയിട്ടുള്ള ടൈമിൽ അവർ, എൻ്റെ കാരണവന്മാരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര തീരെ ബാക്ക്വേർഡിലായിരുന്നു നമ്മൾ. കാരണം അതുപോലെ അവസരങ്ങൾ എനിക്ക് വരുന്നത് തീരെ ബാക്ക്വേർഡ്, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ 10 പ്ലസ് 2 വരെ ഒന്നും എനിക്ക് കറണ്ടൊന്നും ഇല്ലായിരുന്നു. ഇലക്ട്രിസിറ്റി ഒന്നും മണ്ണിലൊടക്കിലാണ് പഠിച്ചത്. കാര്യങ്ങളൊക്കെ ആ ഒരു പൂർ ലെവലിലാണ് നമ്മൾ കയറി ഇവിടെയൊക്കെ എത്തുന്നത്. ഒന്നും എത്തിയെന്നും പറഞ്ഞിരുന്നാലും ഇവിടെ വരെയൊക്കെ എത്തപ്പെടാൻ പറ്റും ദൈവസഹായം. കാരണവന്മാരുടെ സപ്പോർട്ടും അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെയുള്ളവരുടെ എല്ലാവരുടെയും അതൊക്കെ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. സോറി, ഇച്ചിരി പറഞ്ഞ് കാടി കയറിപ്പോയി. കാരണവന്മാരുടെ അവസ്ഥ വന്നപ്പോഴത്തേക്കും അത് വേറെ ടോപ്പിക്കാണ്, അത് വേറെ ഇതിലൊക്കെ പറയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ കാരണവന്മാരുടെ സമയത്ത്, എൻ്റെ അപ്പനമ്മയുടെ സമയത്ത് അവർക്കൊന്നുമില്ല, ഒരു കേസുമില്ല. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ എന്തൊക്കെയും ഇച്ചിരി ജോലി ചെയ്യുക, തയ്യാവൻ്റെ അപ്പം അങ്ങനെ ടൈലറിങ് കൂടി പഠിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചതൊക്കെ. അമ്മ അങ്ങനെ വേറെ ജോലിയൊന്നും ഉണ്ടായില്ല. ആ ഒരു സെറ്റ്. അപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷൻ വന്നപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട് നമുക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലോ, പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. അവരുടെ സപ്പോർട്ടിൻ്റെ വില ആ ഒരു ലെവല് എൻ്റെ പാരൻസിന് അവരുടെ പാരൻസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കപ്പാസിറ്റി നമ്മുടെ പാരൻസിന് വന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ലെവലിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് ആ ഒരു കുറച്ച് കൊടുത്ത് കയറി ഇച്ചിരി പടി കയറി. അപ്പോൾ നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പഠിക്കണം, പൈസ ഉണ്ടാക്കണം, രക്ഷപ്പെടണം, കുറച്ചുകൂടെ നമ്മളൊരു സിറ്റുവേഷൻ മാറണം എന്നുള്ള ചിന്ത. അതാണ് ഒരു നോർമൽ തോട്ട് പ്രോസസ്സ് അല്ലേ. അത് ഓഫ് കോഴ്സ് അതാണ്. അപ്പം നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേരുടെ തോട്ട് പ്രോസസ്സ് ഇതിലും വേറെ ലെവലായിരിക്കും എന്ന് പറഞ്ഞാലും അതൊരു വലിയൊരു ഭയങ്കര ലെവലിൽ നിന്ന് കയറും. നമ്മുടെ ഇതിൽ നിന്ന് ഒരു പടി അങ്ങനെ കയറി പോകുന്നത്. അതിൽ നമ്മുടെ ഒരു വലിയൊരു വലിയൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഉണ്ടാവണം. എൻ്റെയൊക്കെ സ്റ്റേജിൽ വലിയൊരു ഇവിടുന്ന് ഇങ്ങനെ കയറാതെ ഇങ്ങനെ വന്നാലും അട്ടിച്ചും കയറണം. അങ്ങനെ കയറുമ്പോൾ ആ ലെവലിൽ അതിൻ്റെ അപ്പുറം മേലെ അടുത്ത ജനറേഷൻ, അതാണ് അതിൻ്റെ ഒരു സൈക്കിൾ. അങ്ങനെ ആയിരിക്കണം എന്തായാലും. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കിഡ്സ്, എക്സ്ട്രാ ഓർഡിനറി കിഡ്സ് ആണെങ്കിൽ അവരുടെ ലെവലിലും ഇതിലപ്പുറം കയറിപ്പം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓരോ ഓൺട്രപ്രണേഴ്സും ഫിലിം സ്റ്റാർസ് അങ്ങനെ എല്ലാം. അതൊക്കെ എക്സെപ്ഷൻസാണ്. നോർമൽ ക്ലാസ്സുകളിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ രക്ഷപ്പെടാനായിട്ട് മാർഗം പുറത്തു പോലാണ്. അതുകൊണ്ട് നമുക്ക് ആ തോട്ട് പ്രോസസ്സ് നമുക്കൊക്കെ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഞാനിവിടെ വന്നതിൻ്റെ ഒറ്റൊരു കാര്യം ഞാൻ പറയുന്നു. ഇവിടെ വന്നപ്പോൾ എങ്ങനെയായാലും നമുക്ക് പറയാതെ, നമുക്ക് നാട്ടിലെല്ലാവരും പറയുന്നതല്ലേ, നാട്ടിലെ ബംഗാളി നമ്മൾ വരുമ്പോൾ നമ്മൾ അവരെ കാണുന്ന ഒരു ലെവലാണ് നമ്മളിവിടെയും കാണുന്നത്. ചില ആൾക്കാർ നന്നായിട്ട് കാണാം, ഭൂരിപക്ഷം ആൾക്കാരും എന്താ പറയുക പുറത്തുനിന്നുള്ള ലെവലാണ് അവൻ കാണുന്നതും ഇതാക്കുന്നതൊക്കെ. പക്ഷെ പുറത്ത് നമ്മളത് കാണിക്കത്തില്ല, നമ്മൾ തിരിച്ച് കാണിക്കുന്നത്. നമ്മുടെ പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. വന്നുകൊണ്ട് നമുക്കിവിടെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിത നിലവാരം നമുക്ക് നാട്ടിലതുപോലെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. നാട്ടിലതുപോലെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകേണ്ട. ജോലി ഉണ്ടെങ്കിൽ ഓക്കെ, വരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ, എല്ലാം ഓക്കെയാണ്. അതേ സെയിം സിറ്റുവേഷൻ നാട്ടിലും വരുമാനമുണ്ട്, ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ അവിടെ ഓക്കെ. ആ ഒരു സെയിം സിറ്റുവേഷൻ ഇവിടെയും നടക്കുന്നത്. ഇവിടെ കിട്ടുമ്പോൾ നാട്ടിൽ ആദ്യകാലങ്ങളിൽ നമ്മൾ കിട്ടുന്ന പൈസ, അപ്പോൾ ഗൾഫിലെ ആൾക്കാരുടെ ഒരു ലെവലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈ യൂറോപ്പിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക അവിടെയൊക്കെ വരുന്ന ആൾക്കാരുടെ, നമ്മളെപ്പോലെ ചില ആൾക്കാരുടെ കാര്യം പറയുന്നത്. അതായത് ഇവിടെ വരെ ഇങ്ങനെ യൂറോപ്പിൽ വെസ്റ്റേൺ വേൾഡിൽ എത്താമെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് പറയാം,
ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇൻകം ഉണ്ടാക്കണം. ആദ്യകാലങ്ങളിലൊക്കെ നമ്മളിപ്പം നാട്ടിൽ നേരെ ഇവിടെ വരികയാണ്, പഠിക്കാൻ വന്നിട്ട് ഇവിടെ സെറ്റാകുന്ന പിള്ളേർ, അല്ലെങ്കിൽ പഠിക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ ജോലിക്കായിട്ട് വരുന്നു. ആദ്യം ചെറിയ പ്രായത്തിൽ ഇവിടെ വരുന്നു, കല്യാണം കഴിക്കുന്നതിന് മുന്നേ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരിക്കും. നമുക്കിവിടെ റെൻറ്റിന് അടയ്ക്കേണ്ട പൈസയും ഫുഡിൻ്റെ പൈസയും നമ്മൾ ഷെയറിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ചിലവ് തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ പൈസ പരമാവധി നമ്മൾ നാട്ടിലോട്ട് അയക്കും. നാട്ടിൽ വീട് പണിയും, നാട്ടിലെ കാര്യങ്ങൾ നടത്തും, നാട്ടിലെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ചെറിയ പ്രായത്തിൽ വരികയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് നമുക്ക് കല്യാണം ആദ്യം 1 വർഷം കുട്ടികളുണ്ടാകുന്ന 1 വർഷം വരെ നമുക്ക് ഏകദേശം അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഏകദേശം വരും, എന്നാലും കുറച്ച് കുറയും. കുട്ടികളുണ്ടായി 1-2 കുട്ടികളുണ്ടാകുന്ന സ്റ്റോറി മാറി. നമ്മൾ അതേപോലെ പൈസ അയക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ചിലവ് ആവശ്യങ്ങളായി. അപ്പോൾ ഈ അയർലൻഡിലൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ചൈൽഡ് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ $140 വെച്ച് കിട്ടായിരുന്നു. എന്നാലും അത് അത്രയൊക്കെ ഉള്ളൂ, ബാക്കി എന്തോരം ചിലവുകൾ. അതുപോലെ ഇവിടെ വരുമ്പോൾ അതില്ല. ഇവിടെ നമുക്ക് ഇൻകം അനുസരിച്ചാണ് ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബിലോ ഇൻകമാണ് നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് തരും. നമ്മുടെ ഇൻകമൊക്കെ എപ്പോഴും ആ ഒരു കാറ്റഗറീസ് തന്നെ അവൻ്റെ മേലെയാണ്, ക്യാപ്പിന് മേലാണ് നമുക്ക് കിട്ടത്തുള്ളത്. നമുക്ക് കിട്ടും, പക്ഷേ നമ്മൾ അതുപോലെ തിരിച്ചു കൊണ്ടുവരും ടാക്സ് പാക്ക് സമയത്ത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബെനിഫിറ്റുകളൊന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് അത് ഇഷ്ടം പോലെ ചിലവാക്കാനുള്ള. ഇവിടെ റെൻറ്റ് ഏകദേശം എങ്ങനെ പോയാലും ഒരു $3000 മേലെ പോകും, അല്ലെങ്കിൽ അതിന് മേലെ പോകും. ഒരു മാസം 2500 തൊട്ട് അപ്വേർഡ്, 2500 അപ്വേർഡ്. പിന്നെ ഫുഡ് എങ്ങനെ മേലെ 1000 മേലെ പോകും. പിന്നെ ബാക്കിയുള്ള ചിലവുകൾ ഇഷ്ടം പോലെ ചെറിയ പൈസ നമുക്ക് സേവിങ് ഉണ്ടാകും. 2 പേര് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യണം, മരണപ്പണി ചെയ്യണം. എന്നാൽ അങ്ങനെ ആൾക്കാരെല്ലാം ചെയ്യുന്നവരോട് കേട്ടോ ഹാർഡ് വർക്കിങ്. അതായത് 12 hour ഷിഫ്റ്റൊക്കെ നമ്മൾ 3-4 ദിവസം ഒരു രാവിലെ പോയാൽ അത് പകൽ കാണുന്നില്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രാത്രി പോയി കഴിഞ്ഞാൽ അങ്ങനെ 12 hour ആണല്ലോ. അപ്പം പകൽ മൊത്തം ഉറങ്ങിത്തരും, രാത്രി പണിയെടുക്കും. അതുപോലെ പകൽ പോകണമെങ്കിൽ രാവിലെ 7 അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ അവിടെ നിന്നൊക്കെ 5:30 ആകുമ്പോൾ കാരണം ട്രാഫിക്കാണ്, 1.5 മണിക്കൂർ ട്രാഫിക്ക് ഇരിക്കണം. അത് കിടപ്പിൽ 12 മണിക്ക് പറയണം, അതുകൊണ്ട് വീണ്ടും 1.5 മണി ട്രാഫിക്ക് ഇരുന്ന് വീട്ടിലോട്ട് വരണം. അപ്പോഴത്തേക്കും ഇന്ന് കഴിഞ്ഞ് പിള്ളേരെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, നമ്മൾ കയറി കിടന്നു രാവിലെ വീണ്ടും. അപ്പം 12 hour ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ 2-3-4 ദിവസമൊക്കെ പോയാൽ മതി. 4 ദിവസമൊക്കെ പോയാൽ മതി. പക്ഷേ 12 hour ഷിഫ്റ്റ് ഇവിടെ കുറവാണ്. അപ്പം 8 hour ഷിഫ്റ്റാണ് ഇവിടെ കൂടുതൽ. അപ്പം എന്തൊക്കെ ആയാലും നമ്മുടെ ട്രാഫിക്കിൽ നമ്മൾ 2-2.5-3 മണിക്കൂറോളം നമുക്ക് ട്രാഫിക്കിൽ നഷ്ടപ്പെടും. പിന്നെ വീട്ടിൽ വന്നാൽ എന്തൊക്കെ ജോലികളുണ്ട്. പിന്നെ പിള്ളേരെ നോക്കണം, സ്കൂളിൽ വരണം, ഫുഡ് ഉണ്ടാക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം, ബില്ലുകൾ കാര്യങ്ങൾ എല്ലാം. നമുക്കൊരു സപ്പോർട്ടില്ല, കാരണം കെട്ടിയോളും പിള്ളേരെ മാത്രം ആരുമില്ല. വല്ലപ്പോഴൊക്കെ പാരൻസിനെ കൊണ്ട് നിർത്താം. അപ്പോൾ എന്നെയൊക്കെ അവസ്ഥ എൻ്റെ പാരൻസിനെ കൊണ്ട് നിർത്താൻ പറ്റില്ല, കാരണം അവർക്ക് ആരോഗ്യമില്ല. അപ്പം അതൊക്കെയാണ് എൻ്റെ ആ സിറ്റുവേഷൻസ്. അപ്പം പിന്നെ പറയുമ്പോൾ നമുക്ക് നാടുമായിട്ട് കണക്ഷൻ കംപ്ലീറ്റ് വിട്ടു. ഇപ്പോൾ ചില ആൾക്കാർക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം, അതുപോലെ ഫോൺ വിളിക്കുക, എല്ലായിടത്തും ഫോൺ വിളിച്ച് നോക്കുന്നു. പക്ഷെ നമുക്ക് അതുപോലെ സമയമില്ല എല്ലാവരെയും വിളിക്കാനും പറയാനും. സമയത്തിൽ പ്രശ്നം. ഇവിടെ രാത്രിയായിരിക്കും, അവിടെ പകലായിരിക്കും, രാത്രിയായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ പുറത്ത് വരുമ്പോൾ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇത് പറഞ്ഞ പോലെ ഇപ്പോൾ യൂറോപ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, കാനഡ, അതുപോലെ വെസ്റ്റേൺ കൺട്രീസ് വരുമ്പോൾ നമുക്ക് ബെനിഫിറ്റ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആ ബെനിഫിറ്റ്സ് നമുക്ക് ഹാപ്പിനെസ് തരും, നമുക്കൊരു സെക്യൂരിറ്റി തരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ നമുക്കത് മാത്രം മതിയോ എന്നാണ് എൻ്റെ ചോദ്യം. ശരിയാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതും നമുക്കില്ല. നമ്മൾ ഈ പുറത്തുള്ള ലൈഫ് കാണാൻ തുടങ്ങിയപ്പോഴല്ലേ നമുക്ക് ആ ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ തുടങ്ങി. നാട്ടിലെ ലൈഫും ഇവിടുത്തെ ലൈഫും ആയിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ പുറത്തുള്ള നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലൊക്കെയോ പുറത്ത് പോയിട്ട് പറഞ്ഞ് കേട്ടതോ അല്ലെങ്കിൽ വല്ല വീഡിയോ കൂടെയൊക്കെ കണ്ടു കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, ഇവിടെ വന്ന് നോക്കാം എന്നുള്ളതൊക്കെ. അതിനു മുമ്പ് നമുക്ക് അറിയില്ലല്ലോ. അന്നും നമ്മുടെ നാട്ടിൽ സന്തോഷകരമായിട്ട് ആൾക്കാർ ജീവിച്ചിരുന്നല്ലോ, അല്ലേ? ഈ ഇല്ലായ്മയിലും സമ്പത്തിലും ആൾക്കാർക്ക് സന്തോഷം, കൊച്ചു സന്തോഷങ്ങളാണെങ്കിൽ അത് കണ്ടെത്തി ജീവിക്കാൻ പറ്റുമായിരുന്നു, അല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ
കയ്യെത്തും ദൂരത്ത് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഒരു ദിവസം യാത്ര കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ലോൺലിനെസ് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൻ്റെ ലോൺലിനെസ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യം വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങൾ ഫസ്റ്റ് നമ്മൾ പുറത്ത് വരുമ്പോഴൊക്കെ എല്ലാം സന്തോഷമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് രാജ്യത്ത് വരുന്നു. ഇന്ത്യ അല്ലാതെ നമ്മുടെ നാട്ടിൽ കേരളം അല്ലാതെ നമ്മുടെ സ്വന്തം നാടല്ലാതെ വേറെ എവിടെയും കാണാത്ത നമ്മൾ ഇതുപോലെ പുറത്തൊരു രാജ്യത്ത് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് ആദ്യം ഒരു ഭയങ്കര ഒരു അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ ലെവലാണത്. വേറെ എന്തായാലും അത് അതെന്തായാലും ഉണ്ട്. അപ്പം അതൊരു എക്ടസിയാണ് അല്ലേ. ആ ഒരു എക്ടസി ഫീലിങ് ഒരു എല്ലാ എക്ടസിയും ലോങ് ടൈം ഉണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ നെടുവേർപ്പെടുകയാണ്. കാരണം 10 വർഷമായി പുറത്ത് എന്നിട്ട് ഈ 10 വർഷം കൊണ്ട് കാര്യമായി നേരിട്ടൊന്നുമില്ല. എന്നാലും സെക്യൂർ ആൻസർ ലൈഫ് സെക്യൂറായി. കാരണം ഇവിടെ എത്തി PR ആയി. ഇനിയിപ്പോൾ കുറച്ച് സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടേക്കും കൂടാം. പക്ഷേ ഇതൊക്കെ ഓർക്കുമ്പോഴും ഉള്ളിൽ നമുക്ക് ഒരാവലാതെയാണ്. സ്വന്തം നാടല്ലോ, സ്വന്തം വീടല്ലോ. ഇവിടെ നമ്മൾ പുറമെ വന്ന ഒരാളാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരൊക്കെ എന്തായാലും പുറമെ വന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലോ നമുക്ക് അതിൻ്റെ ഒന്നുമില്ലായ്മയിൽ അതിൻ്റെതായ കുറവുണ്ട്. എന്നാലും നമുക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു 10 വർഷം മുമ്പത്തെ കാര്യമുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ മുന്നോട്ടുള്ള ആ ഒരു സ്വപ്നങ്ങൾ കാരണമാണ് നമുക്ക് അതുണ്ടായിരുന്നെങ്കിൽ അതുണ്ടായത് എങ്ങനെയാവാമായിരുന്നു. പുറത്ത് പോയി ഞാൻ കുറച്ച് പൈസ ഉണ്ടായപ്പോൾ നല്ല ഫോൺ എടുക്കാം, ഐഫോൺ എടുക്കാം, നല്ല വണ്ടി മേടിക്കായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ മെറ്റീരിയൽ തിങ്സാണ്. അത് നമുക്ക് അത് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമുള്ള കുറച്ച് കഴിയുമ്പോൾ അത് പോവും. ലാസ്റ്റിംഗ് അല്ല, എവർ ലാസ്റ്റിംഗ് അല്ല അതൊന്നും. പക്ഷേ ആ ഒരു നാട്ടിലുള്ള ബന്ധങ്ങൾ അതുള്ളപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള ചിന്ത നാട്ടിൽ നമ്മുടെ ഇപ്പോഴും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നമുക്ക് അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് കുറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെൻ്റെ സമയത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. സമയം ഇവിടെ കുറവാണ് ഒന്നാമത് ഈ തിരക്കുകൾ കാരണം. നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വരുമ്പോൾ. നാട്ടിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പണ്ട് നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമുക്ക് അറിയത്തില്ല അതിൻ്റെ ഒക്കത്തുള്ള കല്യാണങ്ങൾ, സ്വന്തക്കാരുടെ കല്യാണങ്ങൾ, ബന്ധുക്കാരുടെ നമ്മുടെ കൂടപ്പറമ്പുകളുടെ കസിൻസിൻ്റെ കല്യാണം, ഇതൊക്കെ മാമോദിസ, ചെറിയൊരു കാര്യങ്ങൾ, പെരവാർപ്പ്, എന്താ പറയുക, പെരക്കരിക്കുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നമുക്ക് മിസ്സായി. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മുടെ ഒരു ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കുന്ന എല്ലാം വേണ്ട ബലവത്തായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മിസ്സാവും, ഉറപ്പാണ്. ഓഫ് കോഴ്സ് അത് കോമൺ സെൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ ആ ഒരു ബന്ധങ്ങളുടെ സർക്കിളിൽ നമുക്ക് ആ ബന്ധങ്ങളുടെ ആഴം നമുക്ക് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1 വർഷം 2 വർഷം 3 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് അളവ് കുറവാണ്. പക്ഷെ നമ്മളെ 10 വർഷമൊക്കെ ഞാനായി, അതുപോലെ 15 വർഷം 20 വർഷം ആയവിടെ വെച്ചാൽ അവരുടെ ടച്ച് ശരിക്കും പോയി. അപ്പം അതാണ് ഇവിടെ. അതായത് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മൾ ജനിച്ച അന്ന് തൊട്ട് നമ്മൾ ഇവർ പുറത്തൊക്കെ വരുന്ന 10, 20, 25 ചില ആൾക്കാർ 25 വയസ്സ്, ഞാനൊക്കെ 29, 25 വയസ്സായപ്പോൾ പുറത്ത് വന്നത്. അപ്പം അവർ 25 തൊട്ട് 30 വരെയുള്ള ആ സമയങ്ങൾ, അതുവരെയുള്ള നമ്മുടെ ഒരു ബന്ധമാണ് നമുക്ക് തിക്കായിട്ടുള്ള നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങൾ. അത് നമുക്ക് കുറഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെയൊക്കെ പുറത്തൊക്കെ വന്ന് ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. അതൊക്കെ ഇന്നലെ മുളച്ച ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നല്ല തിക്കാവും. തിക്കായ ചില നല്ല ബന്ധങ്ങൾ കണ്ടുപിടി. പക്ഷേ അവിടെ അന്നുണ്ടായ, അതായത് നമ്മുടെ കുടുംബം, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ ഫാമിലി, നമ്മുടെ കസിൻസ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കളിക്കൂട്ടുകാർ, ആ ഒരു ഇതൊക്കെ നമുക്കൊരിക്കലും അത്
അതിനൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആൾക്കാർ പറയും നല്ല കൂട്ടുകാർ മതി എന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയാണ്. നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോവും, എപ്പോൾ വേണമെങ്കിൽ പോകും. ചെറിയൊരു കാര്യം ഇല്ല അതൊക്കെ പോകാനായിട്ട്. ചിലതൊക്കെ പോകാതെ നിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്, ഉണ്ട്, നമുക്കുണ്ട്, അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഒരു 100 ഉള്ളതിലും 1, 2, 3, 4 നമുക്ക് ചങ്കൊത്ത് പിടിച്ചുകൊണ്ട് പറയാം കൂടെ നിന്നവർ കൂടെ നിൽക്കും, എപ്പോഴും ഉണ്ടാവുന്നു. ബാക്കി കാരണം നമ്മൾ ഈ ഓടി നടക്കല്ലേ, പുറത്ത് വന്നാൽ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് നമ്മൾ നിൽക്കുമല്ലോ. ഈ സുഹൃത്ത് ബന്ധമാണെങ്കിലും അതും ഒരു സമയം, കുറച്ച് സമയം നമ്മൾ ഈ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പോയി വരലും സംസാരിക്കലും ഇടയ്ക്കുള്ള മീറ്റപ്പുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ കൂടെ ആണുള്ളത് എത്തിക്കാവുന്നത്. അപ്പം അതിന് സമയമില്ലല്ലോ. കാരണം നമ്മൾ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഞാനൊക്കെ മാറി. 2 വർഷം സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ മാറി. അയർലൻഡ് 5 വർഷം ഉണ്ടെങ്കിലും 5 വർഷം 3 സ്ഥലങ്ങളിലായിരുന്നു. ഇവിടെ വന്നു, ഇവിടെ 2 വർഷമായി. ഇപ്പോൾ 2 വർഷം ടാസ്മേനിയായിരുന്നു, അവിടെ നിന്ന് ഇപ്പം മെൽബണിലെത്തി. അപ്പം അതിങ്ങനെ ബ്രോക്കൺ ബന്ധങ്ങളാണ്, ബ്രോക്കൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു സ്ഥിരമല്ല. ഇപ്പോൾ നമ്മുടെ ഒരാൾ സ്ഥിരം എപ്പോഴും അവിടെ എപ്പോഴും കാണുന്നില്ല, എപ്പോഴും ഒരു ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാസത്തിലൊരു 3-4 പ്രാവശ്യമെങ്കിലും കാണും. നമുക്ക് ഒരു ബന്ധം കണ്ടിട്ടുണ്ടല്ലോ. ഇത് ബ്രോക്കൺ ആവല്ലേ, അതുകൊണ്ട് അതിൻ്റെ അത് കുറവ്. പക്ഷെ അത് നമുക്ക്, ഞാൻ പറഞ്ഞു, നമുക്ക് 25-30 വർഷത്തിൽ കാണുന്ന ബന്ധങ്ങളാണ് നമുക്ക് കൈവിട്ടു പോകുന്നത്. കുറേയൊക്കെ നിലനിൽക്കും, പക്ഷെ അതിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞു വരും. ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയം കടന്നു പോയതനുസരിച്ച് അത് പയ്യെ കുറഞ്ഞു പോയി. നിലനിൽക്കുകയായിരുന്നു, പക്ഷെ നമുക്ക് അതിനുള്ള സമയവും ഇതും കൊടുക്കാൻ പറ്റിയില്ല. അവർക്ക് ആ ബന്ധങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ സമയങ്ങൾ ചിലവാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അതായിരുന്നു. അതുപോലെ നാട്ടിലെ ആൾക്കാർ അവർ ബിസിയായി, അവിടെയും തിരക്കുകളായി, അവർക്കും തിരക്കായി. ഫോൺ വിളിച്ചോണ്ട് ഇപ്പോഴും വിളിച്ചാൽ കിട്ടണം, അവരെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ 2 സമയത്തിലാണല്ലോ, ടൈം സോൺസ് വ്യത്യാസമാണല്ലോ. അതുപോലെ അവർ വിളിച്ച സമയം കുറവാണ്. ഇപ്പം നമ്മൾ നാട്ടിലാകുമ്പോൾ അതല്ല, നമ്മൾ നാട്ടിലെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ അതല്ല, നമ്മളവരെ കാണും. എന്തെങ്കിലുമൊക്കെ പരിപാടി നാട്ടിൽ വരും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും മാമോദീസ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടി നമ്മൾ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ കാണും. സെയിം സംഭവമാണ് സംഭവിച്ചത് ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ കുറേ ആൾക്കാർ സൗത്ത് ഭാഗത്തുണ്ട്, അതായത് തെക്കൻ കേരളത്തിൽ നമ്മുടെ കോട്ടയം, പാല അങ്ങനെയുള്ള ഏരിയയിലുണ്ട്. പക്ഷേ അവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പണ്ടേ മുറിയപ്പെട്ടു പോയി. കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ പാരൻസിൻ്റെയൊക്കെ മുന്നേ അവർ വല്യപ്പനൊക്കെ അവിടെ നിന്ന് കോടിയേറി പോകുന്നതാണല്ലോ, വയനാട്, കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ. അത് കഴിഞ്ഞ് അവരോടുള്ള കോണ്ടാക്റ്റ് കുറഞ്ഞു വന്നു. പിന്നെ എന്നാലും അതും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ വർഷത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കല്യാണവും പരിപാടിയായിട്ട് അവർ കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഫോൺ വിളി കാര്യങ്ങൾ, പണ്ടത്തെ ബന്ധങ്ങളില്ലാതെ കുറച്ചുകൂടെ എന്താ പറയുക, ആഴമുള്ള ബന്ധങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് കുറേയൊക്കെ നിലനിൽക്കുക, അങ്ങോട്ടും ചെറിയ വരം പോക്കുകളുണ്ട്. പക്ഷെ നമ്മൾ രാജ്യത്തിന് പുറത്താകുമ്പോൾ നമുക്ക് അതില്ലല്ലോ. അങ്ങനെയുള്ള കാണാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. നമ്മൾ നാട്ടിൽ ലീവിന് പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ബന്ധങ്ങളുള്ള ചെറിയ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരെ ചിലപ്പോൾ അതിലേക്കായിരിക്കും, വേറെ ഇന്ത്യയിൽ തന്നെ എവിടെയോ അല്ലെങ്കിൽ വേറെ രാജ്യത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അതാണ് ഒരു ഇത്. പക്ഷേ ഇതാണ് ലൈഫ് അല്ലേ. നാട്ടിൽ നിന്നിട്ട് നമുക്ക് മെച്ചമില്ലാന്ന് തോന്നില്ല നമ്മളൊക്കെ പുറത്തു പോകുന്നത്, അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ എന്താ പറയുക, എല്ലാത്തിനും ട്രേഡ് ഓഫ് ഉണ്ടല്ലോ അല്ലേ. ഒരു ട്രേഡ് ഓഫ് നമ്മൾ എടുക്കാൻ വില്ലിങ് ആവുക. അങ്ങനെ ഹാപ്പിയായി പോകണം. ഹാപ്പിയാണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഹാപ്പി, ഒരു സൈഡിൽ ദുഃഖം. അതാണ് എന്താ പറയുക, പ്രവാസ ജീവിതം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്താ പറയുമ്പോൾ തോന്നുന്ന കാര്യമൊന്നും നമ്മളോട് പങ്കുവെക്കുന്നു. ഈ നമ്മുടെ തോന്നലുകൾ അങ്ങോട്ടും പറയുമ്പോഴാണല്ലോ അതിനൊരു ഇത് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. എല്ലാവർക്കും
ഇതേ ചിന്തയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ കുറേ പേർ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് എൻ്റെ പ്രവാസ ജീവിതത്തിലെ ചില തോന്നലുകൾ. അതൊക്കെയാണ് അതിൻ്റെ ഒരു ദുഃഖവശങ്ങൾ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ജീവിക്കുന്ന സന്തോഷവശങ്ങൾ പറയുകയാണെങ്കിൽ അതിഷ്ടം പോലെയുണ്ട്. മുന്നോട്ട് ആദ്യം തന്നെ പറയുന്നത്, മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കുറേ വകകളുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്. നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കുറേ സഹായങ്ങളുണ്ട്, തൽക്കാലത്തേക്കെങ്കിലും. അതായത് നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള ലൈഫ് നടത്തണം എന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ് സപ്പോർട്ട് എന്നുള്ളത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ കംപ്ലീറ്റ് സോഷ്യൽ വെൽഫെയറിൽ ജീവിക്കാനുള്ള ആ ഒരു നിലയിലേക്ക് നമ്മുടെ സാഹചര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ താഴ്ന്നു പോവുകയാണെങ്കിൽ അത്ര സുഖമല്ല. കാരണം അത് കിട്ടുന്ന അതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ട് വയസ്സിൽ നമ്മൾ ജീവിക്കേണ്ട ഒരു പക്ഷേ. അപ്പം ഹോംലെസ് ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ. പക്ഷേ അതായത് ആ ഒരു നിലയിലേക്ക് എത്താതിരുന്നാൽ മതി. അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകാൻ പറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സുകളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാവുന്നുണ്ട്, ഗവൺമെൻറ്റിന് അത്യാവശ്യം ടാക്സ് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻസ്, നമ്മുടെ പെൻഷൻ, ഇവിടെ സൂപ്പർ ഫണ്ട് എന്നൊക്കെ പറയും, ഇവിടെ പെൻഷനിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ കറക്റ്റ് കോൺട്രിബ്യൂഷൻ നടക്കുകയാണ് എന്നുകൊണ്ട് നമുക്ക് റിട്ടയർമെൻറ്റ് ആ പ്രായമാകുമ്പോൾ നമുക്ക് പെൻഷൻ എല്ലാവർക്കും തന്നെ കിട്ടും. നാട്ടിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ള പെൻഷൻ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും കിട്ടും. പിന്നെ മെഡിക്കൽ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ മെഡിക്കൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നാട്ടിലുമായി തുടങ്ങിയില്ല. നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മോദിയിലൊക്കെ പുതിയ പരിപാടികൾ, അത് നല്ല പരിപാടികളാണ്. അല്ല ഇവിടെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ മേജറായിട്ടുള്ള എല്ലാ കേസുകളും നമുക്ക് ഫ്രീ ആയിട്ട് നടക്കും. ഡോക്ടറെ കാണുന്നത് ഫ്രീ ആണ്. ജി പി എന്ന് പറയുന്ന ഡോക്ടറൊക്കെ ഇവിടെ. സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതൊക്കെ നമ്മൾ ജി പി ത്രൂ റെഫർ ചെയ്ത ഡോക്ടറെ കാണുന്നതൊക്കെ പൈസ കൊടുക്കണം. എന്നാലും അതിന് ചെറിയ റിബേറ്റ് കിട്ടും, ചെറിയ പൈസ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയൊക്കെ അതൊരു കാര്യം കൂടെ നല്ല ഇതാണ്. പിന്നെ നല്ല റോഡ്, കറണ്ട് കാര്യങ്ങളൊക്കെ കട്ടാവത്തില്ല. പിന്നെ എല്ലാം സ്മൂത്താണ് കാര്യങ്ങൾ, ഗവൺമെൻറ് കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഓഫീസ് പേപ്പർ വർക്ക് എടുക്കണമെങ്കിൽ സ്മൂത്താണ്. ഓൺലൈനിൽ ചെയ്യേണ്ട എല്ലാ കാര്യം നടക്കും. പിന്നെ നമ്മൾ ഓഫീസിൽ പോയാലും നല്ലൊരു പ്രൈവറ്റ് ഓഫീസിൽ ചെല്ലുമ്പോഴൊരു കസ്റ്റമർ കെയർ എന്ന് പറയുകയാണ് ഗവൺമെൻറ് ഓഫീസിൽ പോയാലുള്ള കസ്റ്റമർ കെയർ എന്ന് പറയുന്നത്. നല്ല പ്രോപ്പറായിട്ടുള്ള, നല്ല ഡീസൻ്റായിട്ട് നമ്മുടെ പെരുമാറും. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവർ ചോദിക്കുന്നത് കൊടുക്കുക. അതായത് പേപ്പർ കറക്റ്റായിട്ട് കൊടുക്കുക, നമുക്ക് കറക്റ്റായിട്ട് സാധനം പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ ബിസിനസ് രജിസ്റ്റർ ചെയ്യണം, എന്തിൻ്റെ കണ്ടിൽ പെട്ടെന്ന് വലിയ തലവേദനയൊന്നുമില്ല. ആരെയും നമ്മളെല്ലാം ക്ലിയർ ആണെങ്കിൽ അവരും ക്ലിയറാണ്. അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നല്ലതാണ്. പിന്നെ പിള്ളേരുടെ സ്റ്റഡീസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ നമ്മുടെ നാട്ടിലുള്ളവരുണ്ട്. പ്രൈവറ്റ് സ്കൂളുണ്ട്, പബ്ലിക് സ്കൂളും ഫ്രീ ആണ്. പ്രൈവറ്റ് സ്കൂളിൽ ഫീസുണ്ട്, ചെറിയ ഫീസുണ്ട്. പക്ഷേ അഫോർഡബിൾ ആണ്. ഇവിടുത്തെ ഇൻകം വെച്ച് അഫോർഡബിളാണ്. അതൊക്കെ ചിലവരാണ് പിന്നീട്. ഷെയറുണ്ടല്ലോ യുകെയിലൊക്കെ ഫ്രീ ഒക്കെ, എല്ലാം ടോട്ടൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. എല്ലാം ഗവൺമെൻറ് സ്കൂൾ എല്ലാവരും പോകണം. അവിടെ പ്രൈവറ്റ് സ്കൂൾ ആൾക്കാർ പോകണമെന്ന് പറഞ്ഞാൽ വലിയ അമ്മമാർ, വലിയ പാട്ടിപ്പുള്ളി, ഭയങ്കര ഇൻ്റർനാഷണൽ സ്കൂളിൽ പോകുന്നവരെ കാര്യമാണ്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതാണ് രണ്ടോട്ട്. അപ്പം പിള്ളേരുടെ സ്കൂളിങ്, യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിനും ഹെൽപ്പുണ്ട് പിള്ളേർക്കൊക്കെ. എല്ലാവർക്കും സ്റ്റഡി ലോൺ കിട്ടും. പിന്നെ ഗവൺമെൻറ് ഫണ്ടുണ്ട് ചില കോഴ്സുകൾക്ക്. ഇപ്പോൾ നേഴ്സിംഗ് കൂടെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചായിരുന്നു ഈ ഇടയ്ക്ക്. അങ്ങനെ കുറേ ബെനിഫിറ്റുകൾ അതുണ്ട്, നല്ല കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പാരൻസൊക്കെ നമ്മളൊക്കെ വലുതായി നമുക്ക് മരുന്ന് നോക്കാനുള്ളതാകുമ്പോൾ നമ്മൾ നഴ്സിംഗ് ഹോമുകളിലൊക്കെ പോവുകയാണ്.
അത്ര സുഖമല്ല നമുക്ക് സംബന്ധിച്ച്. നമ്മുടെയൊക്കെ സിസ്റ്റം നമ്മൾ പിള്ളേർ നമ്മൾ കാരണം അതൊക്കെയാണല്ലോ. പക്ഷേ ഇവിടെ അത് നടക്കില്ല. കാരണം ഇവിടെ നമ്മളെ നോക്കിയിടുന്ന ആ പിള്ളേർക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ പ്രായമാകുമ്പോൾ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇവിടെ നേഴ്സിംഗ് ഹോം എന്ന് പറയുന്ന സിസ്റ്റം, അപ്പോൾ അതിൽ പോകുന്നവർ പൈസ കൊടുക്കണം. പക്ഷേ അതൊക്കെ നമ്മുടെ നിങ്ങൾ പറഞ്ഞ പോലെ പെൻഷൻ ഫണ്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കറക്റ്റായിട്ടുണ്ട്, അതിൽ നിന്ന് പോയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇത് ലോൺ അത് ഗവൺമെൻറ് എടുത്ത് എന്താ പറയുക പണയം മാറ്റെടുത്ത് അതിന് ലോണ് പൈസ പോലെ നോക്കിക്കോളൂ നമ്മളെ. അങ്ങനെയൊക്കെ ഓരോ സിസ്റ്റമാണ് അവിടെ. അപ്പോൾ കുറേയൊക്കെ സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു എന്താ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഈ പറയുന്നൊരു ഏറ്റവും നെഗറ്റീവ് പറയാം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, എന്താ പറയുക, അതൊരു സത്യാവസ്ഥയാണ്. നമ്മുടെ ഇവിടെ വരുന്നത് നമ്മളൊരുത്തരം നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്. നമ്മളെപ്പോലെ വന്നാൽ വരത്തിരിക്കില്ല. നമ്മൾ ജോലിക്ക് പോകും, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ബിസിനസ് ചെയ്യും. അപ്പോൾ അതിൽ ഗവൺമെൻറ് ടാക്സ് കിട്ടുന്നുണ്ട്. അതിൽ ഇവിടുത്തെ ഹോൾ സിസ്റ്റത്തിന്, ഇവിടുത്തെ ഹോൾ ബിസിനസ്സുകൾക്ക്, ഇവിടുത്തെ ആ ഒരു ഇതിലോട്ട് നമ്മുടെ ചെയ്യണം. ഒരു പൈസ സർക്കിൾ ചെയ്യല്ലേ, ഫൈനാൻഷ്യൽ സർക്കിൾ നടക്കല്ലത്. അപ്പോൾ രാജ്യത്തിന് ബെനിഫിറ്റ്, ഒരാൾ വരുന്നത് രാജ്യത്തിന് ബെനിഫിറ്റാണ്. നമുക്ക് ബെനിഫിറ്റുള്ള പോലെ രാജ്യത്തിനും ബെനിഫിറ്റാണ് നമ്മളൊക്കെ വരുന്നത്. നമ്മൾ വരുന്നു, വർക്ക് ചെയ്യുന്നു, നമ്മൾ കിട്ടുന്ന പൈസ ഏൺ ചെയ്യുന്നു, അത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഈ ലോക്കൽ എക്കോണമി സ്പെൻഡ് ചെയ്യേണ്ട വരുന്നു. അത് ഇവിടുത്തെ എക്കോണമി ത്രൈവ് ചെയ്യിക്കുന്നുണ്ടോ. അപ്പം അവരതിനു വേണ്ടി നമ്മളെ കൊണ്ടുവന്ന് എനിക്ക് വന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ചിലപ്പോൾ, കാരണം നമ്മൾ ഇത്രയും 10-30 വർഷത്തെ നമുക്ക് നമ്മൾ വീട് മേടിക്കില്ല. എല്ലാവരും വീട് മേടിക്കുമ്പോൾ 30 വർഷത്തെയും 25-30 വർഷം നമ്മുടെ ആ ഒരു പെൻഷൻ പ്രായം വരെയുള്ള സമയം കൂട്ടിയാണ് അവർ ലോൺ തരുന്നത്. അതിന് നമുക്ക് ഈ 25-30 വർഷം നമ്മൾ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് ഓടുകയാണ്, മരണപ്പണിയാണ്. ഇപ്പം ചില ആൾക്കാർ വലിയ $1 million വീട് മേടിക്കും, 2 million, 1.5 million വീട് മേടിക്കും. അപ്പോൾ അതുപോലെ അടപടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അടപടക്കിനെ നല്ലോണം പണിയെടുക്കണ്ടേ. ആഴ്ചയിൽ 7 ദിവസം നമ്മൾ ഫൈൻ കൊണ്ടുവരും. അപ്പം റെസ്റ്റില്ലാതെ ഇങ്ങനെ അടുത്ത് പണിയെടുക്കും. അപ്പോൾ ഈ പൈസ അത് ഇങ്ങനെ ഒരു ഓടിക്കൊണ്ടിരിക്കുകയാണ്, യന്ത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് കഴിയുമ്പോൾ നമ്മൾ വയ്യാണ്ടാവും. അപ്പം നമ്മൾ ഈ മേടിച്ച വീട് ചിലപ്പോൾ അടവൊക്കെ അടച്ച് തീരായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് സുഖമില്ലാതായി ഈ മരണപ്പണിയിലിരുന്ന്. അപ്പോഴത്തേക്കും ഈ കിട്ടുന്ന വീട് നമ്മുടെ പേരിലായിട്ടുണ്ടാവും. പക്ഷേ ആ വീട് വീണ്ടും നമ്മൾ പണയം വെച്ചിട്ട് നമ്മുടെ നേഴ്സിംഗ് ഹോമിൻ്റെ ബില്ലിന് വേണ്ടി നമ്മളത് വെക്കേണ്ടി വരില്ലേ. അല്ലെ അതുപോലെ ഫണ്ട് ഉണ്ടാവാൻ വേണ്ട നമുക്ക് നേഴ്സിംഗ് ഹോമിൻ്റെ പൈസ കൊടുക്കാനായിട്ട്. അത് സേവ് ചെയ്ത് വെച്ചാൽ ഓക്കെ. പക്ഷെ എന്നാലും ഈ വീട് പിള്ളേർക്ക് കിട്ടുമായിരിക്കും. ഇപ്പം എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മുടെ അതൊക്കെ അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതൊക്കെ ആ സമയത്ത് വേണ്ടപോലെ നടക്കും അല്ലേ. അതിനെക്കുറിച്ചധികം ഓർത്ത് ബേജാറാവേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. അതൊക്കെ ഒഴിച്ച് നോക്കുമ്പം നല്ലതാണ്, ലൈഫ് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഞാൻ ഓർക്കണേ, നമുക്കൊന്നും നമ്മളിപ്പോൾ ഇടത്തരക്കാർക്കൊന്നും ഇതേ ഒരു ഇൻകം നാട്ടിൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കാർക്കും ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ റോഡും കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഇത് നമ്മുടെ ഭയങ്കരമായിട്ടൊന്ന് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നാട്ടിലെ റോഡ്. നമുക്ക് നാട്ടിൽ ഒരാഴ്ച 2 ആഴ്ച പോയി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സെറ്റാവില്ലേ, നമുക്ക് ഹാപ്പി ആവുന്നില്ല, മനസ്സ് നമുക്ക് ഹാപ്പിയാണ്. അവിടെ നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് പോവാണ്. അത്യാവശ്യം ഇൻകം ഉണ്ട്, നാട്ടിലാണെങ്കിൽ അത്യാവശ്യം ഇൻകം ഉണ്ടെങ്കിൽ ഓക്കെയാണത്. അവിടെ ഇവിടെയും എൻ്റെ പേഴ്സണൽ തോട്ടായിട്ട് പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് അതൊക്കെ. എൻ്റെ ചിന്ത പോലെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത, അല്ലെ അടുത്തുള്ള ചിന്ത. എൻ്റെ ഭാര്യയുടെ ചിന്ത എൻ്റെ ചിന്ത പോലെ അല്ല, ഒരിക്കലല്ല. അവളും ഞാൻ പറയുന്നത് ഒപ്പോസ് ചെയ്യാറുണ്ട് പോലെ. നമ്മളെല്ലാം യൂണീക്കല്ലേ. അപ്പം എൻ്റെ തോട്ട്സ് ഞാൻ പറഞ്ഞു, അതാണ്. ഇപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ ഓർക്കണം.
പക്ഷേ നമുക്ക് ഇതൊക്കെ പറഞ്ഞ പോലെ ഓടിപ്പോകാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രാപ്പാണ്, ഒരു ഹണി ട്രാപ്പാണ് ഇതൊക്കെ. നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കാരണം നമുക്ക് മക്കളായി ഭാര്യയായി നമ്മളിവിടെ ആണി അടിച്ച് ഉറപ്പിച്ച് വെച്ചാൽ നമ്മൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നുള്ള അടുത്ത എളുപ്പമല്ല. അപ്പോൾ ദിവസം ഹാപ്പിയായിട്ട് ഇവിടെ ജീവിക്കും ഉള്ളതുപോലെ. ഇടയ്ക്ക് നാട്ടിൽ പോവുക, എല്ലാവരും കാണുക. ഇടയ്ക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല കാരണം ടിക്കറ്റ് ചാർജ് ഭയങ്കര ഒരു. പക്ഷേ നമ്മുടെ അടുത്ത് പോകാതിരിക്കാൻ പറ്റും, നമ്മുടെ സ്വന്തം നാടല്ലേ, പോണ്ടേ. അപ്പം അതൊക്കെ അല്ലേ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പിള്ളേരൊക്കെ ഇടയ്ക്ക് ചോദിക്കും കുറച്ച് കഴിയും, നമുക്ക് ഈ ഹോളിഡേയ്സിന് പോകാൻ നാട്ടിൽ മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് നമ്മളെ പോലെ അറ്റാച്ച്മെൻറ്റ് അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ അവരുടെ കൂട്ടുകാരൊക്കെ ഇവിടെ ഹോളിഡേയ്സിന് പോകുന്നതല്ല സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ യൂറോപ്പിൽ ട്രിപ്പ്, അവിടെ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ വേറെ അമേരിക്കയിൽ കാനഡ, അവിടെയൊക്കെ ട്രിപ്പ് പോകണം. നമ്മൾ എന്ന് ഇന്ത്യയിലോട്ട് പിള്ളേർക്ക് അത്ര സുഖകരമായി തോന്നുന്നില്ല അന്നേരം. അതിപ്പം അതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന ചെറിയ ചെറിയ ക്ലാഷുകളാണ് പിള്ളേർ നമ്മളായിട്ടുള്ള. പക്ഷെ അവർ നമ്മളിവിടെ വരും കാലമൊക്കെ, പറ്റുന്ന കുറച്ച് കാലമൊക്കെ നമ്മുടെ കരുതലിരിക്കുന്നിടത്തും സമയം നമ്മുടെ കൂടെ വരും, വിഷമിച്ചാണെങ്കിലും. പക്ഷേ ഓക്കെയാണ്, അവർ ഹാപ്പിയാണ് വന്നു കഴിയുമ്പോൾ. അതൊക്കെയാണ് ഇവിടുത്തെ ചില വിശേഷങ്ങൾ. അപ്പോൾ അധികം ബോറടിപ്പിച്ചില്ലെന്ന് ഓർക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഹാപ്പി ആയിരിക്കുക, എവിടെയാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും ഹാപ്പി ആയിരിക്കുക. നാട്ടിലാണെങ്കിലും നിങ്ങളുടെ സന്തോഷമായിരിക്കുക. കാരണം ഈ ഇവിടെ കാണുന്ന ഈ പുറമേ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളവിടെ നിന്ന് നോക്കുമ്പോൾ പുറമേ കാണുന്നതൊക്കെ ഒരു പുറമോടി അത്രയൊക്കെ തന്നെയുള്ളൂ, അതിലപ്പുറമായിട്ട് വലിയൊന്നുമില്ല. നാട്ടിലുള്ള നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമൊന്നും ഇവിടെ നമുക്ക് ആർക്കും ഇല്ല. ഇപ്പോൾ ഇവിടെ ഓണപ്പരിപാടി എടുക്കണം, ഇഷ്ടംപോലെ ഓണപ്പരിപാടി എടുക്കുന്നുണ്ട്, സിനിമാടന്മാർ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്, പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട്, ഫുഡ് എല്ലാം ഉണ്ട്. പക്ഷേ അതുപോലെ ഇത് നമുക്ക് നാട്ടിൽ ചെറിയ വീട്, നമ്മുടെ സ്വന്തം വീട്, കൂട്ടം, നമ്മുടെ അയൽവക്കം എല്ലാം കൂടുന്ന ആഘോഷമാണ്. അതൊന്ന് ആക്കാനാണ് നമ്മളിവിടെ എല്ലാവരും പരിപാടി എല്ലാവരും സംഘടിപ്പിച്ച് അവിടെ ഈ പരിപാടി ആട്ടം പാട്ടും പൈസ അങ്ങനെയൊക്കെ ഓരോന്നിനും പൈസ മുടക്കിയല്ല പോകുന്നത്, പൈസ മുടക്കിയതെല്ലാം പോകുന്നത്. പിന്നെ അവിടെ വീണ്ടും പൈസ കൊടുക്കും. അങ്ങനെ അത് എല്ലാം ക്യാഷ് ബേസിലാണ് ഇവിടുത്തെ സന്തോഷവും കാര്യങ്ങളും. അതെല്ലാം ആ ഒരു ജെന്യൂനിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ നാടും നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മുടെ അയൽവക്കം, നമ്മുടെ കളിക്കൂട്ടുകാർ, നമ്മുടെ ഒരു സർക്കാർ വളയുമുണ്ടല്ലോ, അത് ഒരു ഭയങ്കര സംഭവമാണ്. അപ്പം നാട്ടിൽ നിൽക്കുന്നൊരു സന്തോഷമായിരിക്കുക, നിങ്ങൾ ഏറ്റവും ഹാപ്പിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പൈസയുണ്ട്, പിള്ളേരുടെ എഡ്യൂക്കേഷൻ കുഴപ്പമില്ല. ഞാനൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ പോയി വന്നാൽ നമ്മളെല്ലാവരും മിക്കറുന്നുണ്ട് ഗവൺമെൻറ് സ്കൂളിൽ, മലയാളം മീഡിയം സ്കൂളിൽ. അപ്പോൾ ഇതൊക്കെ ആർക്കും നടക്കുന്ന കാര്യമൊക്കെ ഉള്ളൂ. വേണമെന്ന് നമ്മുടെ മനസ്സാണല്ല, മലയാളിയെ സംബന്ധിച്ച് എന്ത് ഓർത്താലും നടക്കും. കാരണം അതിനുള്ളൊരു വിൽപ്പാണ് നമുക്കുള്ളത്. നമ്മളവരുടെ മെനക്കെട്ടിറങ്ങിയാൽ നമ്മൾ ഏതും ചെയ്യും. ഇപ്പോൾ എവിടെയാണ് ഹാപ്പി ആയിരിക്കുക, അത്രയുള്ളൂ. പുറത്ത് വെക്കുന്നവർ പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഇവിടെ എന്നെ പോലെ വിദേശത്തേക്ക് നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് ലൈഫ് നമ്മൾ സന്തോഷിക്കുക, ഉള്ളത് വെച്ച് ഉള്ളത് ഓണം പോലെ നമ്മൾ അടിച്ചു പിടിക്കുക. അതല്ല നമ്മളിത് കാണിക്കുന്നത്, നമ്മൾ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം കാണിക്കുന്നത്. നമുക്ക് ഹാപ്പിയാണ് കാണിക്കുക, നമുക്ക് ഹാപ്പി ആവാനും നമുക്ക് എൻജോയ് ചെയ്യാനും മനസ്സിനൊക്കെ സന്തോഷം കിട്ടാനും ഇടയ്ക്കൊരു ഉല്ലാസം കിട്ടാനും നമ്മളും ഇവിടെ പറ്റുന്ന പോലെ നമ്മളിവിടെ ഹാപ്പിയായി അടിച്ചുപൊളി ജീവിക്കുന്നു, പറ്റുന്ന പോലെയൊക്കെ. അതൊക്കെയാണ്. അപ്പോൾ ശരി, ബൈ.